രാഗിൻ NDF സ്ഥാനാർത്ഥിക്കൊപ്പം കൂടിയുണ്ട്. രാഗിൻ, നമ്മൾ രണ്ട് ഭാഗത്തെയും പ്രതികരണങ്ങളൊക്കെ കേട്ടു. അദ്ദേഹം തിരക്ക് പിടിച്ചു പോവാണ്. ചോദിക്കാം, എങ്ങനെ പോകുന്നു പ്രചാരണം? തീർച്ചയായും തിരക്ക് പിടിച്ച സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. മൂത്തേടം പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ UDF ഒരു അപ്പർ ഹാൻഡുള്ള പഞ്ചായത്താണ്. പക്ഷേ NDA അവിടെ വളരെ പ്രധാനമായും ചില ഫോക്കസ് പോയിന്റുകൾ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെ വരെ ഈ പ്രചരണം? നിങ്ങൾ രാവിലെ തുടങ്ങിയാണ്, രാവിലെ 8 മണിക്കൂർ തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇന്ന് സമയം തികയത്തില്ല, അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും പ്രതീക്ഷ? കഴിഞ്ഞ തവണ അല്പം വോട്ട് കുറഞ്ഞിരുന്നു, ഇപ്രാവശ്യം എന്താ പ്രതീക്ഷ? കയറുമെന്നേ. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയല്ലേ? മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ, മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുക. എത്ര വോട്ട്? അത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. വോട്ടൊക്കെ ജനങ്ങൾ ചെയ്യുന്നത് ജയിക്കും. അതോടൊപ്പം തന്നെ ഈ സഭാ ആസ്ഥാനത്തൊക്കെ കഴിഞ്ഞ ദിവസം KCBC ആസ്ഥാനത്തൊക്കെ പോയിരുന്നല്ലോ, അവരുടെയൊക്കെ എന്താണ് പ്രതികരണം? അവരെല്ലാം വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ ഈ BJPയുടെ ഫണ്ട് കുറവാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ നേതാക്കൾ എത്തുന്നില്ല എന്നൊക്കെ ഉള്ള പ്രചരണമൊക്കെ ഉണ്ട്. അതങ്ങനെ വല്ലതും ഉണ്ടോ? അതൊക്കെ പാർട്ടി തീരുമാനിക്കും. BJPയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ വരും. ഇനി അടുത്ത ദിവസങ്ങളിൽ അത് കാണാൻ പുറക്കുന്നേ ഉള്ളൂ. എല്ലാവരും വരും. BJP ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ശക്തമായി നേരിടും. നാളെ സുരേഷ് ഗോപിയാണ് ഞങ്ങളുടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിമാരൊക്കെ എത്തുകയാണ്. ജോർജ് കുര്യൻ ഉൾപ്പെടെ ആൾക്കാർ വരും. അവർ പലരും എന്നെ വിളിച്ചിരുന്നു. അവരെല്ലാവരും വരും. BJP ഇതിനെ വളരെ ശക്തമായി കാണുന്നു. BJP വളരെ ശക്തമായ മുന്നേറ്റം ഇവിടെ നടത്തും. ഒരു മാറ്റം കൊണ്ടുവരുന്നില്ല. താങ്കളുടെ കാൻഡിഡേറ്റ്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും LDF ആണെങ്കിൽ UDF ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ സ്പോൺസർ സ്ഥാനാർത്ഥിയാണ്? സ്പോൺസർ സ്ഥാനാർത്ഥിയല്ല. ഞാൻ കഴിഞ്ഞ 47 വർഷമായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇവിടുത്തെ മലയോര കുടിയേറ്റ കർഷകനാണ് ഞാൻ. അറിയാമോ? അതിനകത്ത് ആരുടെയും സ്പോൺസർ ചെയ്യേണ്ട. എന്നെ അറിയാത്ത ആരും ഇവിടെ ഇല്ല. പക്ഷെ എനിക്കൊരു വേദി കിട്ടിയില്ല. വേദി കിട്ടി. തീർച്ചയായിട്ടും ഞങ്ങൾ BJP ശക്തമാകും. എന്തായാലും ദിവിഷെ, അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഓട്ടത്തിലാണ്. ഇപ്പോൾ മൂത്തേടം പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് കഴിഞ്ഞ 2021 അല്പം വോട്ട് കുറഞ്ഞിരുന്നു. 8500ഓളം വോട്ടായിരുന്നു. പക്ഷേ 2016 12,000 ചില്ലാൻ വോട്ടുകൾ കിട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഓരോ വീടുകളിലും തികഞ്ഞ ശുഭപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ തിരക്കിലുമാണ്. ഓടിയെത്താൻ ഒരുപാട് ദൂരമുള്ളവരാണ്. എത്രയും പെട്ടെന്ന് എത്രയും പരമാവധി വോട്ടുകൾ എന്നുള്ളതാണ് ലക്ഷ്യം.